അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മാധ്യമങ്ങൾ എന്തേ ഇത്ര അധപ്പതിച്ചു പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല ചെല്ല. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വെച്ചിട്ട് പോകുന്നതാണ് ഈ മാമച്ചൻ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞത്. ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചെലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. ആ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർക്കും തോന്നിയ ഒരു അതിഭീകരമായ ഒരു വിരോധമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ പരാജയമാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത്.